MMO Private ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷെറീന PP, ട്രേഡ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്. നമ്മൾ ഡിജിറ്റൽ പാനൽ മീറ്ററിന്റെ പാർട്ട് 4 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 4ൽ നമുക്ക് 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ICs കോമൺലി യൂസ്ഡ് ഇൻ DPM, അതായത് DPMൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ICs ഏതൊക്കെയാണ്, വർക്കിംഗ് ഓഫ് IC 7107 അല്ലെങ്കിൽ IC 7106 ബേസ്ഡ് വോൾട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ICs ഏതൊക്കെയാണ്, വർക്കിംഗ് ഓഫ് IC 7107 അല്ലെങ്കിൽ IC 7106 ബേസ്ഡ് വോൾട്ട് മീറ്റർ, 7106 അല്ലെങ്കിൽ 7107 ഉപയോഗിച്ചിട്ട് ഒരു വോൾട്ട് മീറ്റർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന്. മൂന്നാമത്തത് ഡിസ്ക്രൈബ് ദ മെഷർമെൻറ്റ് ഓഫ് AC വോൾട്ടേജ് ആൻഡ് കറൻറ്റ് യൂസിങ് DPM. AC വോൾട്ടേജ് അല്ലെങ്കിൽ കറൻറ്റ് എങ്ങനെയാണ് ഒരു DPM ഉപയോഗിച്ച് മെഷർ ചെയ്യുക എന്നുള്ളതുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോമൺലി യൂസ്ഡ് ഇൻ DPM ഏതൊക്കെയാണെന്ന് നോക്കാം. ICs യൂസ്ഡ് ഇൻ DPM, അതായത് DPM സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ICs ആണ് IC 7106ഉം IC 7107ഉം, IC 7106 ആൻഡ് IC 7107. It is used in 3.5 digits DPM. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. 3.5 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരെ കൗണ്ട് ചെയ്യാൻ പറ്റും? മാക്സിമം 0 to 1999 അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡിജിറ്റൽ പാനൽ മീറ്ററുകളിലാണ് ഈ ICകൾ യൂസ് ചെയ്യുന്നത്. ഈ ICൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലോ പവർ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ വിത്ത് 4 digit 7 segment ഡിസ്പ്ലേ ഡ്രൈവർ IC. എന്ന് വെച്ചാൽ ലോ പവർ കൺസ്യൂമിംഗ് ആണ്. ഈ IC ഉപയോഗിക്കാൻ വളരെ കുറച്ച് പവർ മതി. പിന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും കൂടെയാണ്. അനലോഗിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ICs ആണ്. മാത്രമല്ല ഇതിൽ എന്തും കൂടെ ഉണ്ട്, ഡ്രൈവർ ICൻ്റെ 4 digit ഉള്ള 7 segment ഡിസ്പ്ലേനെ ഡ്രൈവ് ചെയ്യിക്കാനുള്ള ഡ്രൈവർ ICയും കൂടെ ഇൻക്ലൂഡിംഗ് ആണ്. ഒരു എക്സ്റ്റേണൽ ഡ്രൈവർ IC നമ്മൾ കൊടുക്കേണ്ടതില്ല. അതാണ് ഈ ഒരു 7106 അല്ലെങ്കിൽ 7107 ICൻ്റെ ഒരു മെറിറ്റ്. ഈ ICs നമ്മൾ യൂസ്ഡ് ഇൻ പാനൽ മീറ്റർ സച്ച് ആസ് മെഷേഴ്സ് ദ പ്രഷർ, വോൾട്ടേജ്, കറൻറ്റ്, സ്പീഡ്, തിക്നെസ് എക്സെട്ര. അപ്പോൾ ഈ ICs നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പാനൽ മീറ്റേഴ്സിൽ ഉപയോഗിക്കും? പ്രഷർ അളക്കേണ്ട പാനൽ മീറ്ററുകളുണ്ടാവും, വോൾട്ടേജ് അളക്കേണ്ട, അല്ലെങ്കിൽ കറണ്ട്, സ്പീഡ്, തിക്നെസ്, ഇതൊക്കെ മെഷർ ചെയ്യുന്ന പാനൽ മീറ്ററുകളിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഈ IC അതായത് 7106 അല്ലെങ്കിൽ 7107 നമുക്ക് ഉപയോഗിക്കാം. ഇനി ഈ ICസിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് നോ എക്സ്റ്റേണൽ ഡിസ്പ്ലേ ഡ്രൈവേഴ്സ് ആർ റിക്വയർഡ്. എക്സ്റ്റേണൽ ഡിസ്പ്ലേ ഡ്രൈവേഴ്സ് എന്തില്ല, ആവശ്യമില്ല. നമുക്കൊരു മിനിമം 10 കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഒരു വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ മീറ്റർ നമുക്ക്, ഒരു ഡിജിറ്റൽ പാനൽ മീറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും ഈ IC ഉപയോഗിച്ചിട്ട്. ക്യാൻ ഡിസൈൻ എ DPM യൂസിങ് ദിസ് ICs ബൈ കണക്റ്റിംഗ് അബൌട്ട് 10 കമ്പോണൻസ് ആൻഡ് ഡിസ്പ്ലേസ് എക്സ്റ്റേണലി. അപ്പോൾ എന്താ പറഞ്ഞത്, DPMനെ ഡിസൈൻ ചെയ്യാം. ഈ IC ഉപയോഗിച്ച് നമുക്ക് DPMനെ ഡിസൈൻ ചെയ്യാം. ജസ്റ്റ് ഒരു 10 കമ്പോണൻസും ഒരു ഡിസ്പ്ലേ, അതിനെ നമ്മൾ 7 segment യൂസ് ചെയ്യുകയാണെങ്കിൽ അതും അത്രയും മതി. അത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷർ ചെയ്യാനുള്ള, അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രഷർ അല്ലെങ്കിൽ സ്പീഡൊക്കെ മെഷർ ചെയ്യാനുള്ള ഒരു പാനൽ മീറ്റർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇനി IC 7106 വിൽ ഡ്രൈവ് ദ LCD പാനൽ. നമ്മൾ 2 ICs പറഞ്ഞു, IC 7106 പറഞ്ഞു, IC 7107 പറഞ്ഞു. 06 ഏതിനെ ഡ്രൈവ് ചെയ്യിക്കുന്നതാണ്? LCD പാനലിന്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ പാനലിന് ഡ്രൈവ് ചെയ്യിക്കാനാണ് എന്തുപയോഗിക്കുക, IC 7106. എന്നാൽ IC 7107 LED ഡിസ്പ്ലേസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇനി ഈ 2 ICസും 40 പിന്ന് അല്ലെങ്കിൽ 44 പിന്നിൽ അവൈലബിൾ ആണ്. 40 പിന്നിൽ വരുമ്പോൾ ഡിപ്പ് IC പാക്കേജസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഡിപ്പ് IC പാക്കേജസ് ആണെങ്കിൽ 40 പിന്നാണ്. ഡുവൽ ഇൻ ലൈൻ പാക്കേജിൽ വരുമ്പോൾ 40 പിന്നാണ് ഈ ICക്ക് ഉണ്ടാവുക. ഒരു ICക്ക് 40 പിന്നുണ്ടാവുക. ഇനി അതല്ല ക്വാഡ് ഫ്ലാറ്റ് പാക്കിലാണ് വരുന്നതെങ്കിൽ, SMDയിലൊക്കെ വരുന്ന ക്വാഡ് ഫ്ലാറ്റ് പാക്കിലാണെങ്കിൽ അതിന് 44 പിന്ന് ആണ് ഉണ്ടാവുക. ചെക്ക് ചെയ്യാം ഈ 40 പിൻസ് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പിന്ന് ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഫസ്റ്റ് പിന്ന് V+ പോസിറ്റീവ് വോൾട്ട്, പിന്നെ പിന്ന് 2, 3, 4, 5, 6, 7, 8 വരെ, അതായത് D1, C1, B1, A1, F1, G1, E1 എന്നിങ്ങനെ കാണാം അല്ലേ. അത് നമ്മൾ 4 ഡിജിറ്റ് ഉണ്ട് അല്ലേ. അതിൽ വൺസിന് ഒറ്റ 10 100 1000 അങ്ങനെ നമ്മൾ പറയാം. അതായത് വൺസ് ഒന്നാമത്തെ സ്ഥാനത്തിന് ഉപയോഗിക്കുന്ന ഡിജിറ്റുകളാണ് ഇത് D1, C1, B1, A1, F1, G1, E1, 7 ഡിജിറ്റ്. ഇനി അതങ്ങോട്ടുള്ള 9, 10, 11, 12, 13, 14 പിന്ന് വരെ ടെൻസ്, അതായത് 10ാമത്തെ പൊസിഷന്
ടെൻസ് പൊസിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, അതായത് 7 സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവിടെ 1, 2, 3, 4, 5, 6 പിന്നുകൾ കാണാം. അതിൻ്റെ ഒരു പിന്ന് കിടക്കുന്നത് 25ാമത്തെ പിന്നായ G2 അവിടെ കാണാം. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 25ാമത്തെ പിന്നായ G2 ഈ 10th പൊസിഷനിൽ കിടക്കുന്ന പിന്നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 15, 16, 17, 18 ഈ പിന്നുകൾ 100s പൊസിഷനാണ്. അതായത് അതിൽ D3, B3, F3, E3 അവിടെ 3 എണ്ണം, ബാക്കി അവിടെ 4 എണ്ണം, ബാക്കി 3 എണ്ണം 24, 22, 23, 24 G3, A3, C3 എന്ന് അവിടെ കാണാം. അങ്ങനെ 1സിനും 10സിനും 100സിനുമായിട്ട് ഒരു 7 സെഗ്മെൻറ്റിന് എത്ര 7 സെഗ്മെൻറ്റ്സ് ഉണ്ടാവില്ല, 7 അങ്ങനെ 21 പിന്നുകൾ നമ്മൾ 7 സെഗ്മെൻറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ 1s പൊസിഷന്, 10s പൊസിഷന്, 100 പൊസിഷന് വേണ്ടിയിട്ട്. പിന്നെ 1999 നമ്മൾ പറഞ്ഞത് 1 അല്ലെങ്കിൽ 1ന് വേണ്ടിയിട്ടുള്ളതാണ് 1000s പൊസിഷന്, അതായത് 19ാമത്തെ പിന്ന് AB4. പിന്നെ നമ്മൾ ചിലപ്പോൾ മൈനസ് വരാം, അതിന് പൊളാരിറ്റി കാണിക്കാനുള്ളതാണ് 20ാമത്തെ പിന്ന്. 21ാമത്തെ പിന്ന് BP ഓർ GND ഗ്രൗണ്ട് കാണാം. BP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബാക്ക് പ്ലെയിൻ കണക്ഷൻ ഫോർ LCD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, 7106 LCD ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ BPയും, അതല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് 7107 LED ആണെങ്കിൽ ഗ്രൗണ്ടുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ അവിടെ നമ്മൾ 22, 23, 24 ഓൾറെഡി പറഞ്ഞു, 25ഉം പറഞ്ഞു. 26 V മൈനസ് അല്ലേ, അതായത് എന്താ നെഗറ്റീവ് സപ്ലൈ കൊടുക്കാൻ. നമുക്ക് ഈ 7106 7107 ICക്ക് പോസിറ്റീവ് സപ്ലൈയും നെഗറ്റീവ് സപ്ലൈയും ഗ്രൗണ്ടും വേണം, ഡുവൽ പവർ സപ്ലൈ ആണ് വേണ്ടത്. 27th പിന്നെ INT എന്ന് കാണാം, ഇൻ്റഗ്രേറ്ററാണ്. 28th ബഫറാണ്. 29 A to Z എന്ന് കാണാം, അതായത് ഓട്ടോ 0 എന്നാണത്. 30 ഇൻപുട്ട് ലോ, 31 ഇൻപുട്ട് ഹൈ. അതായത് ആ 30, 31 പിന്നുകളിലാണ് നമ്മൾ അനലോഗ് ADC ഇൻപുട്ടാണ് അത് ശരിക്കും, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ 30, 31 പിന്നുകളിലാണ്. 30ൻ്റെയും 31ൻ്റെയും ഇടയിലായിട്ട്. 32 കോമൺ ആണ്. 33, 34 CREF മൈനസ് CREF പ്ലസ് എന്ന് കാണാം, അത് റെഫറൻസ് കപ്പാസിറ്ററാണ്. അതായത് ഇൻപുട്ട് വോൾട്ട് വരുന്ന നമ്മൾ കൊടുക്കുന്ന സപ്ലൈ റെഫറൻസ് വോൾട്ടിന് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരുന്ന സ്റ്റാബിളാക്കാൻ വേണ്ടിയിട്ടാണ് റെഫറൻസ് കപ്പാസിറ്റർ. ഇനി 35, 36 റെഫറൻസ് ലോ, റെഫറൻസ് ഹൈ. 37 ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് വർക്കിംഗ് കണ്ടീഷൻ എല്ലാ സമയത്തും നമുക്ക് ടെസ്റ്റിനുള്ളതാണ്. 38, 39, 40 ഇൻബിൽറ്റ് ഓസിലേറ്റർ ഉണ്ട്, ആ ഓസിലേറ്ററിന് വേണ്ടിയിട്ടുള്ള പിന്നുകളാണ്. ക്ലോക്ക് ഫ്രീക്വൻസിയൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓസിലേറ്റേഴ്സ് 3 പിന്ന്. അങ്ങനെ 40 പിന്നുകളാണ് ഉള്ളത്. ഓക്കെ. ഇനി നമുക്ക് ഈ IC ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു 7107ൻ്റെ IC ആണ്. 40 പിന്നിൽ 20 പിന്ന് സൈഡും 20 പിന്ന് അപ്പുറത്തെ സൈഡ് ഡിപ്പ് പാക്കേജിൽ. ഇനി ഇപ്പുറത്തെ തന്നെ ഫിഗറിൽ അത് നേരത്തെ അത് തന്നെ അതേ പിൻ ഡയഗ്രാം 7107ൻ്റെ ഒന്നും കൂടെ 7 അതൊന്നും കൂടെ കാണിച്ചിരിക്കുകയാണ്. അതായത് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേയിലേക്ക് ഏതൊക്കെ പിന്നുകൾ 2 മുതൽ 2019 ഇടയിൽ, അതുപോലെ ഇൻപുട്ട് ADC ഇൻപുട്ട് എവിടെ കൊടുക്കുന്നത്, കപ്പാസിറ്റർ എവിടെ ഏത് പിന്നിലാണ് കണക്ട് ചെയ്യാം, റെഫറൻസ് വോൾട്ടേജിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിനെ ന്യൂട്രലൈസ് ചെയ്യുക, അതായത് ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കിയിട്ട് സ്റ്റേബിളാക്കി നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ റെഫറൻസ് വോൾട്ടേജ് എവിടെ കൊടുക്കുന്നു, ഓസിലേറ്റർ ഫ്രീക്വൻസി എവിടെയാണ് എന്നുള്ളതൊക്കെ ഒന്നുകൂടെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് working of IC 7106 or IC 7107 based voltmeter. The measuring voltage അഥവാ ADC ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 30, 31 പിന്നിലൂടെയാണ്. അത് നമുക്ക് ഈ ഫിഗറിൽ കാണാം. 30, 31ൻ്റെ ഈ റെസിസ്റ്റർ R5 കപ്പാസിറ്റർ C5യിലൂടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. R5 അല്ലെങ്കിൽ C5 നമ്മൾ ഇൻറ്റേർണൽ ഓസിലേറ്റർ ക്ലോക്ക് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ C1 എന്ന് പറയുന്ന റെഫറൻസ് കപ്പാസിറ്ററാണ്. അത് ഹെൽപ്പ് ടു കീപ് ഡിസ്പ്ലേ ഇൻ സ്റ്റഡി സ്റ്റേറ്റ്. നേരത്തെ പറഞ്ഞ റെഫറൻസ് കപ്പാസിറ്റർ ഡിസ്പ്ലേനെ സ്റ്റഡി സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ടില്ല. അതിൻ്റെ വാല്യൂ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 0.1 μF ആണ്. പിന്നെ ഇൻ്റഗ്രേറ്റിംഗ് കപ്പാസിറ്റർ C3 യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ കേസ് വി യൂസ് ദ ക്ലോക്ക് ഫ്രീക്വൻസി 48 kHz ആണ്. 48 kHz ആയിരിക്കും നമ്മുടെ ക്ലോക്ക് ഫ്രീക്വൻസി. അതിൻ്റെ വാല്യൂ 0.22 μF ആണ് സാധാരണയായിട്ട് C3 ആയിട്ട് യൂസ് ചെയ്തത്. നമുക്ക് ഈ ഫിഗറിൽ അതെല്ലാം കാണാം. ഓക്കെ. ഇനി
അടുത്തത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് R2, അതായത് ഇൻ്റഗ്രേറ്റിംഗ് റെസിസ്റ്ററാണ്. അത് വിച്ച് ഈസ് അറ്റ് പിൻ 28 R2 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു അപ്രോപ്രിയേറ്റ് വാല്യൂ. അതിൻ്റെ വാല്യൂ നമ്മൾ മാക്സിമം റേഞ്ച് നമുക്ക് എത്രയാണോ വോൾട്ട് വേണ്ടത് അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ മാറും. ഇപ്പോൾ 2 വോൾട്ട് ആണെങ്കിൽ 470 കിലോ ഓമിൻ്റെ റെസിസ്റ്ററും 200 മില്ലി വോൾട്ട് 200 മില്ലി വോൾട്ട് ആണെങ്കിൽ 47 കെയുമായിരിക്കും അതിൻ്റെ വാല്യൂ. ഈ 2 വോൾട്ട് ആണെങ്കിൽ 470 കിലോ ഓമിൻ്റെ റെസിസ്റ്ററും 200 മില്ലി വോൾട്ട് ആണെങ്കിൽ 47 കിലോ ഓമിൻ്റെ റെസിസ്റ്ററുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഓട്ടോ സീറോ കപ്പാസിറ്റർ അഥവാ C2 നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഇൻപുട്ട് ഒന്നും കൊടുക്കാത്ത സമയത്ത് ഡിസ്പ്ലേയിൽ 0 വരണം അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ആക്സ് ടു കൺട്രോൾ ദ സർക്യൂട്ട് ടു ഡിസ്പ്ലേ ഈസ് 0 വൈൽ വിത്തൗട്ട് ദ ഇൻപുട്ട് സിഗ്നൽ. അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ പറഞ്ഞ പോലെ റേഞ്ചിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 2 വോൾട്ട് ആണെങ്കിൽ 0.047 മ്യൂഎഫും 200 മില്ലി വോൾട്ട് അല്ലെങ്കിൽ 200 മില്ലി വോൾട്ട് ആണെങ്കിൽ 0.47 മ്യൂഎഫും ആണ് നമ്മൾ ഓട്ടോ സീറോ കപ്പാസിറ്റർ C2 ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി C2 R2 നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന്, ഇൻറ്റഗ്രേഷൻ ഓഫ് ഇൻപുട്ട് മെഷറിംഗ് വോൾട്ടേജ് ഫോർ സാമ്പിളിംഗ് and prevent division of input voltage. And if there is no voltage at input, then the capacitor forces the device to display 0 using R1 and R4. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഒന്നുമില്ലാത്തപ്പോൾ R1 R4 യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേയിൽ 0 കാണിക്കും. The entire supply to the circuit is given through dual DC supply of 5 volt at pin 1, 0 volt at pin 21 and minus 5 volt at pin 26 of IC 7107. അപ്പോൾ നമ്മൾ ഡുവൽ നേരത്തെ പറഞ്ഞു ഡുവൽ പവർ സപ്ലൈ ആണ് വേണ്ടത്, DC സപ്ലൈ അല്ലേ. +5 വോൾട്ട് -5 വോൾട്ട് 0. അപ്പോൾ +5 വോൾട്ട് നമ്മൾ നേരത്തെ പിൻ ഡയഗ്രത്തിൽ കണ്ട പോലെ 1-ലും -5 വോൾട്ട് 26-ലും 0 21-ലാണ് കൊടുക്കുന്നത്. 7107 ആണെങ്കിലാണ് ഗ്രൗണ്ട് 21-ൽ, അതല്ലെങ്കിൽ എൽസിൻ്റെ ബാക്ക് പ്ലെയിന് എൽസിലേക്കുള്ള കണക്ഷനാണ് 21-ന്ന് പോവുക 7106 ആണെങ്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൻ്റെ ഒരു കണക്ഷൻ ബേസിക് സർക്യൂട്ട് AC 7107 ഒരു ബേസിക് അന്ന് അതായത് 3.5 ഡിജിറ്റ് 7 സെഗ്മെൻറ്റ് കോമൺ ആനോഡിൻ്റെ ഒരു പാനൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള കണക്ഷൻസ് ഈ 40 പിന്നുകളിൽ നിന്നുള്ള കണക്ഷൻസും അതുപോലെ റെസിസ്റ്റർ കപ്പാസിറ്റർ അതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആണ് കാണിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ 0.1 MUF 1K 24K 100K 1000 PF 0.22 MUF 0.47 ഒക്കെ ഉണ്ട്. C2 R2 C3 ഇൻപുട്ട് കൊടുക്കുന്ന R5 C5 -5 +5 ഇതെല്ലാം അതുപോലെ കോമൺ എല്ലാം കാണിച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞു ക്ലോക്ക് ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് 3 രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. ഒന്നൊരു എക്സ്റ്റേണൽ ക്ലോക്ക് ഫ്രീക്വൻസി 40-ൽ പിൻ 40-ൽ കൊടുത്തിട്ട് നമുക്ക് ക്ലോക്ക് ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ ക്യാൻ കണക്ട് ദ ക്രിസ്റ്റൽ ബിറ്റ്വീൻ 39 and 40 39-40 ഇടയ്ക്ക് ഒരു ക്രിസ്റ്റൽ കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ RC ഓസിലേറ്റർ യൂസിങ് R and C റെസിസ്റ്ററും കപ്പാസിറ്ററും ഉപയോഗിച്ചിട്ട് RC നെറ്റ്വർക്ക് 39 and 40 ഇടയ്ക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലോക്ക് ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ 3-ലും വെച്ചിട്ട് ഏറ്റവും നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് RC ഓസിലേറ്ററാണ്. അപ്പോൾ RC ഓസിലേറ്റർ വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്, നമ്മൾ ഈ നേരത്തെ കാണിച്ച സർക്യൂട്ടിലുള്ളതും. അപ്പോൾ RC ഓസിലേറ്ററാണ് ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ 3 രീതിയിലാണ്. ഒന്ന്, നമുക്ക് എക്സ്റ്റേണൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫ്രീക്വൻസി നമുക്ക് കൊടുക്കാം പിൻ 40-ലേക്ക്. അതല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ 39-40 ഇടയിൽ കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ 39-40 ഇടയിൽ ഒരു RC കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലോക്ക് ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യാം. ഞാൻ ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ദ ഫ്രീക്വൻസി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ഫോർമുല. ഫ്രീക്വൻസി ഓസിലേറ്റർ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 0.45 ഡിവൈഡഡ് ബൈ R3 + C4. നിങ്ങൾക്ക് വേറെ ചില ഇക്വേഷൻസും കാണാൻ പറ്റും 0.45 ഡിവൈഡഡ് ബൈ RC എന്ന്, അതും കറക്റ്റാണ്. R3 + C4 എന്നുള്ളതാണ് നിങ്ങളുടെ ബുക്കിലുള്ള ഇക്വേഷൻസ്. അപ്പോൾ 0.45 ഡിവൈഡഡ് ബൈ R3 + C4 ആണ് ഓസിലേറ്റർ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ അടുത്തത് മെഷർമെൻറ്റ് ഓഫ് AC വോൾട്ടേജ് ആൻഡ് കറണ്ട് യൂസിങ് DPM ഉപയോഗിച്ചിട്ട് എങ്ങനെ AC വോൾട്ടേജും കറണ്ട് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം DPM സ്ട്രിക്റ്റ് എന്താണ്, DC മീറ്ററാണ് അല്ലേ. ഒരു ഡിജിറ്റൽ പാനൽ മീറ്റർ എന്ന് പറയുന്ന DPMകൾ എന്താണ്, സ്ട്രിക്റ്റ് DC മീറ്റേഴ്സാണ്. അതിൻ്റെ ഡിജിറ്റൽ സർക്യൂട്ടറൊക്കെ നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ കുറഞ്ഞ വോൾട്ട് DC വോൾട്ടിലാണ് ഡിജിറ്റൽ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ DPM എന്താണ്, DC മീറ്റേഴ്സാണ്. അപ്പോൾ ടു മെഷർ AC വോൾട്ടേജ് എന്ത് ചെയ്യേണ്ടി വരും, അതിനെ DCയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് AC വോൾട്ടേജിനെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ആദ്യം ആ AC വോൾട്ടേജിനെ എന്ത് ചെയ്യണം, DCയിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം AC-നെ DC-ക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ഉപയോഗിക്കുക, റെക്ടിഫയർ അല്ലേ. അപ്പോൾ റെക്ടിഫയർ ഡയോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാനുള്ള AC വോൾട്ടേജിനെ ആദ്യം എന്ത് ചെയ്യണം, DC വോൾട്ടേജാക്കി കൺവേർട്ട് ചെയ്യണം.
ഇനി അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയായിരിക്കും? നമ്മൾ വി ഇൻ നമുക്ക് എത്രയാണോ മെഷർ ചെയ്യാനുള്ളത് ആ വി ഇൻ ഇൻറ്റു 1.414 ആയിരിക്കും. കാരണം പീക്ക് വോൾട്ടേജിൻ്റെ മാറ്റുന്ന സമയത്ത് നമുക്ക് വി ഇൻ ഇൻറ്റു 1.414 ഇസിക്വൽ ടു 120. ഇപ്പോൾ 120 ആണ് വിചാരിക്കുക. അപ്പോൾ പീക്ക് വാല്യൂ 120 ആണെങ്കിൽ 120 ഇൻറ്റു 1.414 എത്രയാണോ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് അത് ഇൻറ്റു 1.414 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഫോർ എക്സാമ്പിൾ 120 ആണെങ്കിൽ 169 വോൾട്ട് DC ആണ് നമുക്ക് കിട്ടുക. നമ്മൾ കൊടുക്കുന്ന AC ഇപ്പോൾ 120 വോൾട്ട് ആണെങ്കിൽ അതിനെന്തോ 1.414 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അല്ലെങ്കിൽ DC വോൾട്ട് കിട്ടും. വി വിൽ യൂസ് 10 മെഗാ ഓംസ് ആസ് ദ മാക്സിമം സീരീസ് റെസിസ്റ്റർ വാല്യൂ. നമുക്ക് സീരീസ് റെസിസ്റ്റർ വാല്യൂ സർക്യൂട്ടിൽ കാണുന്ന പോലെ ഒരു ഇതിന് AC വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് CX102A എന്ന് പറയുന്ന ഒരു DPM ആണ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് AC വോൾട്ടേജ് മെഷർ ചെയ്യുന്നതാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാം RC ഒരു ഡയോഡ് D1 ഉണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ 7നും 10നും ഇടയിലായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. D1 എന്നൊരു ഡയോഡ് കാണാം, ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ കാണാം, റെസിസ്റ്റർ സീരീസും ഷണ്ടിലും കാണാം അല്ലേ. അപ്പോൾ R സീരീസ് എന്ന് പറയുന്ന റെസിസ്റ്റർ നമുക്ക് 10 മെഗാ ഓം ആണ് സാധാരണ മാക്സിമം സീരീസ് വാല്യൂ 10 മെഗാ ഓം വരെ പോകാം. We can then calculate the shunt resistor for our voltage divider network using the voltage divider equation. വോൾട്ടേജ് ഡിവൈഡർ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷണ്ട് സീരീസ് നമുക്ക് മാക്സിമം 10 മെഗാ ഓം ആണെങ്കിൽ നമുക്ക് ഷണ്ടിൻ്റെ വാല്യൂ കാണാൻ പറ്റും. ഏത് ഇക്വേഷനാണ്? വി ഔട്ട് ബൈ വി ഇൻ ഇസിക്കൽ ടു ആർ ഷണ്ട് ബൈ ആർ സീരീസ് പ്ലസ് ആർ ഷണ്ട്. അത് എത്രയാണ് ഔട്ട്പുട്ട് വോൾട്ട് അത് ബൈ നമ്മൾ കൊടുത്ത ഇന്ന് ഡിവൈഡ് ചെയ്യുക. ആർ ഷണ്ട് നമുക്കറിയില്ല, ആർ ഷണ്ട് ബൈ ആർ സീരീസ് പ്ലസ് ആർ ഷണ്ട് എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷണ്ട് റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ഒരു സർക്യൂട്ടിൽ 3, 4 ഷോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഡെസിമൽ പോയിൻ്റ് സെലക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. 5, 6 നോ കണക്ഷൻ NC എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് പക്ഷേ നമുക്ക് 4, 5 ഓർ 6 കണക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡെസിമൽ പോയിൻ്റ് ആവശ്യം വരുന്ന സമയത്തേക്ക് നമുക്ക് 5ഉം 6ഉം ഒക്കെ 3 or 4 ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ 8ഉം 10ഉം ഷോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഷോർട്ട് ചെയ്തിരിക്കുന്നത്? ന്യൂട്രൽ അത് ഷോർട്ട് ചെയ്തിട്ട് എവിടേക്കാണ് കൊടുത്തിരിക്കുന്നത്? ന്യൂട്രൽ കണക്ഷൻ AC വോൾട്ടേജിൻ്റെ നമ്മൾ മെഷർ ചെയ്യാനുള്ള AC വോൾട്ടേജിൻ്റെ ന്യൂട്രൽ ഫേസ് ന്യൂട്രൽ ആ ന്യൂട്രൽ കണക്ഷനിലേക്കാണ് ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആർ ഷണ്ട് എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? പിന്നെ 7നും 8നും ഇടയ്ക്കാണ്. സീരീസിൻ്റെ ആർ സീരീസ് എന്ന് പറഞ്ഞ സീരീസ് റെസിസ്റ്റർ പിന്നെ 7ലും ഉണ്ട് ഒരു കണക്ഷന് വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ളതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കപ്പാസിറ്റർ കാണാം അല്ലേ, ഫിൽട്ടർ കപ്പാസിറ്റർ. അത് 400 വോൾട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ടാണ് നമ്മൾ ഫിൽട്ടർ കപ്പാസിറ്റർ എപ്പോഴും യൂസ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഒരു AC വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഒരു DPM-ൽ വേണ്ട കാര്യങ്ങൾ. ഇനി ഒരു DPM നമുക്ക് കറണ്ട് AC കറണ്ടാണ് മെഷർ ചെയ്യേണ്ടതെങ്കിലോ, അപ്പോൾ കറണ്ട് എന്ത് ചെയ്യണം? ആദ്യം വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. കറണ്ട് മെഷർ ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വോൾട്ട് മീറ്റർ ആണ് അതല്ലേ, അപ്പോൾ അത് നമുക്ക് കറണ്ടാണ് നമുക്ക് ഇൻപുട്ട് എങ്കിൽ ആ കറണ്ട് ആദ്യം എന്താക്കി മാറ്റും? വോൾട്ടേജ് ആക്കി മാറ്റും. കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ. എന്താണ് ഏതാണ്? ഒന്ന് ഹാൾ ഇഫക്റ്റ് ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഷണ്ട് റെസിസ്റ്റർ യൂസ് ചെയ്യും. ഹാൾ ഇഫക്റ്റ് ഡിവൈസസ് ആൻഡ് ഷണ്ട് റെസിസ്റ്റർ ആർ യൂസ്ഡ് ടു കൺവേർട്ട് കറണ്ട് ടു വോൾട്ടേജ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോൾട്ടേജ് കിട്ടും. ആ വോൾട്ടേജിന് എന്ത് ചെയ്താൽ മതി? AC വോൾട്ടേജ് ആണെങ്കിൽ അതിനെ റെക്ടിഫയർ ഉപയോഗിച്ച് DC ആക്കിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം വോൾട്ട് മീറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യണം. കറണ്ട് മെഷർ ചെയ്യാനാണെങ്കിൽ സീരീസ് ആയിട്ട് അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അത് എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. വോൾട്ട് മീറ്റർ പാരലായിട്ടാണ് കണക്ട് ചെയ്യുക, അമ്മീറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഇനി ഒരു ഇവിടെ നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ലെസൺ SMPS സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നുള്ളതാണ് പുതിയ നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ SMPSനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.